I don't know if I'm an introvert, but I'm not a big socializer or anything. ഇതിൽ കൂടുതൽ കഴിയുന്നതും വീട്ടിലിരിക്കാനും എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇൻ ടേംസ് ഓഫ് മൈ വർക്ക് ഞാൻ വേണ്ടത്ര ആർട്ടിക്കുലേറ്റ് തന്നെയാണ്, ഇൻട്രോവേർട്ട് അല്ല. When it comes to my work, അപ്പോൾ അത് that takes me through, you know. Otherwise ഒരു വലിയൊരു സോഷ്യൽ പേഴ്സൺ അല്ല ഞാൻ. Maybe. There's a word like that? Okay. Right. I don't want to name names. ഞാൻ കഴിഞ്ഞ ഏതൊരു ഇൻ്റർവ്യൂവിൽ ചില പേരുകൾ പറഞ്ഞു, ചില പേരുകൾ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. And what about your പഴയ തലമുറയിൽ മാസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ളൊരു റോളുണ്ട്, അവരുടേതായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ കൂടെയുള്ള അടൂർ സാറായാലും അരവിന്ദനായാലും ഷാജേട്ടനായാലും തീർച്ചയായും ദേ പ്ലേഡ് എ റോൾ ഇൻ ഷേപ്പിംഗ് അപ്പ്. അവരെല്ലാം എന്നെ സംബന്ധിച്ചോളം വലിയ എന്താ പറയുക മാർഗദർശികളായിരുന്നു എക്കാലത്ത്. വൈ ഇസ് ഇറ്റ് ദാറ്റ് ഈ ആർട്ട് ഫിലിം മേക്കേഴ്സൊക്കെ മലയാളത്തിലെ ആർട്ട് സിനിമ പറയുമ്പോൾ അരവിന്ദനും അടൂറും ഷാജിയും വന്നിരിക്കുകയാണ്, KG ജോർജ് മാതിരി ഒരു മാസ്റ്ററെ ഒരിക്കലും പറയുന്നില്ല. വൈ ഇസ് ഇറ്റ് ദാറ്റ്? നേരത്തെ പറഞ്ഞ ഇഷ്യൂ ആണ്. ഹി കോംപ്രമൈസ്ഡ് ഓൺ ഹിസ് ഇൻറ്റഗ്രിറ്റി സോ മച്ച് ദാറ്റ് ഹി ഡൈല്യൂട്ടഡ് ഹിസ് ആർട്ട്. ഹി ഹിംസെൽഫ് സെഡ് ഇറ്റ്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. വർത്ത്ലെസ് ആയിട്ടുള്ള കുറേ സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെ നമ്മൾ സീരിയസ് ട്രൂ. പക്ഷേ നമ്മളൊരു ഓവറോളായിട്ടൊരു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി നമ്മൾ കാണുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് കംസ് ഇൻ ടു ക്വസ്റ്റ്യൻ. അല്ല, ക്രിയേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ക്രിയേഷൻ ആണല്ലോ ക്രിയേറ്ററെ നമ്മൾ ഒരു ഏത് ലെവലിൽ വെക്കണം നമ്മൾ തീരുമാനിക്കുന്നത്. ആ ക്രിയേറ്റർ തന്നെ സ്വന്തം സൃഷ്ടികളെയും കർമ്മത്തെയും കുറിച്ച് ഇത്രേ കാണുന്നുള്ളൂ എങ്കിൽ ആസ് എൻ അനുവാചകൻ ഞാൻ എന്തിനത് കാണണം? അല്ല, ഒരുപക്ഷെ ഈ 70s 80s മലയാള ഓഡിയൻസ് ഒരിക്കലും ചിന്തിക്കാത്ത തരത്തില്ല. അതിപ്പോൾ ഇരകളാണെങ്കിൽ തീർച്ചയായും ഉണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. പക്ഷേ പ്രോബബിളി മെജോറിറ്റീസ് ഓഫ് ഹിസ് വർക്ക്സ് അങ്ങനെ പറയാൻ പറ്റില്ല, അൺഫോർച്ചുനേറ്റ്ലി. മലയാള തങ്ങളെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആരാണ്? ധാരാളം പേര്, പുതിയ ആൾക്കാരും ഒക്കെ ഉണ്ട്. എനിക്ക് ഒന്നാമത് പേരുകൾ പലതും ഞാൻ മിസ് ഔട്ട് ചെയ്യും, അതുകൊണ്ട് ഞാൻ പേര് പറയാത്തത്. So many. I'm a very eclectic in the taste in film and literature. But ഞാൻ എപ്പോഴും തിരിച്ചും മറിച്ചും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ വുഡി ആലൻ്റെയാണ്. It gives me great pleasure in this depressive world. He shows us how to laugh at it. As films, ഫിലിമിൻ്റെ ഒരു മീഡിയം എന്നുള്ള ഇതിൽ there are no great shakes. പക്ഷേ as documents of lives, they are so good. But absolute film making എന്നുള്ള ലെവലിൽ നോക്കുകയാണെങ്കിൽ Kieslowski is my favorite. He had been my stylistically ഞാനൊരു ഗുരു സ്ഥാനത്ത് കാണുന്നത് Kieslowskiയാണ്. ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഉപയോഗിക്കുന്ന രീതി, ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി, he is my, I mean, and there are so many other filmmakers. Yeah, Ray, of course, Satyajit Ray. His early films more. ഒരുപാട് പേര് പുതിയ ആളുകൾ വരുന്നുണ്ടല്ലോ ഇപ്പോൾ. ഐ തിങ്ക് മോർ ആൻഡ് മോർ ഈ പറഞ്ഞ പോലെ വിമൻ ആസ് ഫിലിം മേക്കേഴ്സ് ആൻഡ് ആസ് പാർട്ട് ഓഫ് ദ ക്രൂ ഇന്ന് കുറേ കൂടി അക്സെപ്റ്റഡ് ആയി വരികയാണ്, വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ്. ഐ തിങ്ക് ദാറ്റ് വിൽ എന്താ പറയുക, കുറേ കൂടി സാനിറ്റൈസ്ഡ് ആക്കും ഈ ഒരു അന്തരീക്ഷം. അവർ പ്രൊഡക്ഷനിലും കോസ്റ്റ്യൂംസിലാണ് അധികം ഉള്ളത്, സിനിമാറ്റോഗ്രാഫേഴ്സും. നമ്മൾ പുറമേക്ക് പോയി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത റോളുകളിലൊക്കെയാണ് സ്ത്രീകൾ വരിക. വളരെ കുറവാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് ചേഞ്ചിങ് ക്വൈറ്റ് ഫാസ്റ്റ്. ഇൻഫാക്റ്റ് ഈ ഹേമ കമ്മീഷൻ ആൻഡ് ദ ഹോൾ ഫോർ അവർ അതിനെ കുറച്ച് പിന്നിലോട്ട് അടിച്ചിട്ടുണ്ട് ആളുകൾ. ഇന്ന് കുറച്ച് കോഷ്യസ് ആണ്. പക്ഷേ ഐ തിങ്ക് ദ സീൻ ഇസ് ചേഞ്ചിങ് ആൻഡ് ലോട്ട് ഓഫ് ന്യൂ ഫിലിം മേക്കേഴ്സ് ആർ കമ്മിങ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് കുറേ അജണ്ട മൂവീസ്, whatever is called agenda movies came out. So what is your reaction to that? Any agenda movies is not worth calling movies. Would you call them agenda movies?
ഞാനതൊന്നും കണ്ടിട്ടില്ല, ഈ പറയുന്ന സോ കോൾ വാട്ട് എവർ യു മീൻ ആൻഡ് വാട്ട് ഐ തിങ്ക് യു മീൻ, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഐ ക്യാൻ ആസ് വെൽ ഇമാജിൻ എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഒരു പദ്ധതി എന്നുള്ളത്. എനിത്തിങ് വിച്ച് ഈസ് സൂപ്പർഫിഷ്യൽ ആൻഡ് ജസ്റ്റ് വൺ ഡയമെൻഷണൽ ആൻഡ് lacks the complete truth as much as possible, the complexity, are not worth being called work of art or medium. ഇന്ത്യയുടെ സവിശേഷ സാഹചര്യത്തിൽ നിന്നല്ല, നമ്മളിപ്പോൾ ഇന്ന് സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് കൂടുന്നത് കൊണ്ട്. കാരണം ഇന്ന് വെറുതെ പണ്ടൊരു ചെമ്മീൻ ഇറങ്ങിയ പോലെയല്ല, ഇന്നൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന റിപ്പിൾസും അതുണ്ടാക്കുന്നൊരു ലോകമുണ്ട്, ചർച്ചയുടെ ഒരു ലോകമുണ്ട്. അതുകൊണ്ട് നമുക്കത് ഭയങ്കര ഇമ്പാക്റ്റ് എക്കാലത്തുള്ളതാണത്. ഇത് ഒരു വിഭാഗം ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു വിഭാഗം തിരിച്ചു ചെയ്യും, ഇല്ലേ? ലോകത്തിലെ ഓരോ രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലും ഇത്തരത്തിലുള്ള പ്രോപ്പഗാൻഡ മൂവീസ് പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതൊരു രാഷ്ട്രീയക്കാരുടെ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഒരു എന്നതേ ഉള്ളൂ. അത് പല ഐഡിയോളജികൾക്കും അത് വരാം. സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയോളജി, ഡോഗ്മ അത്രയും സ്ട്രോങ് ആകുമ്പോൾ ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. അത് സൊസൈറ്റി അവെയർ ആവുന്നതിലൂടെ മാത്രമേ മാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സൊല്യൂഷനായിട്ടല്ല ചോദിക്കുന്നത്, പക്ഷേ ഈ പറയുന്ന ടോക്സിക് മസ്കുലിൻ ക്യാരക്ടേഴ്സിനെ ജനം ഇഷ്ടപ്പെടുന്നിടത്തോളം, അല്ലെങ്കിൽ കാശ് കൊടുത്ത് ഇവരെ കാണാൻ തയ്യാറാകുന്നിടത്തോളം ഇത്തരം സിനിമകൾ വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു ആർഗ്യുമെന്റിന് പ്രസക്തിയുണ്ട്. കാരണം ഇത് ഡയറക്ടറുടെ ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റിയെ എഫക്ട് ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നത് ഐഡിയലി ഒരു ഡയറക്ടറെ പറ്റിയാണ്. ഞാൻ എന്നെ എല്ലാ സ്ഥലത്തും വെക്കുന്നത്. Many people try for that. Many people including me are trying for that. കാരണം ഈ മിക്കവാറും തങ്ങൾക്ക് തന്നെ അറിയാവുന്ന, ഞാൻ പേര് പറയുന്നില്ല, കഴിഞ്ഞൊരു 5 വർഷം വന്ന് നല്ല ആർട്ട് ഹൗസ് എന്ന് പറയാവുന്ന ഫിലിം മേക്കേഴ്സ് പലരും 1-2 സിനിമകളിൽ അവാർഡ് മേടിച്ചിട്ട്, ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് അവാർഡ്സ് അല്ലെങ്കിൽ IFFK അവാർഡ്സ് ഒക്കെ മേടിച്ചതിന് ശേഷം പിന്നെ കമേഴ്സ്യലി സക്സസ്ഫുൾ ആയ ഒരു സിനിമയിലേക്കാണ് പോകുന്നത്. only then they can survive. മേ ബി ഒരു ശ്യാമപ്രസാദിന് സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷേ എത്ര പേർക്കത് പ്രാക്ടിക്കലാണ്? ഐ നോ ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെയും ടെലിവിഷനിലൊക്കെ പാരലലി ഒരു ജീവിതം ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. പക്ഷേ ഇപ്പോൾ കല്ലുകൊണ്ടിരിപ്പുണ്ട് പോലുള്ളൊരു സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവങ്ങളുടെ ഒരു തീക്ഷ്ണത കൊണ്ട് ഒരിക്കലും ഇനി ആ വഴിക്ക് തിരിച്ചെനിക്ക് പോകാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ സിനിമയിൽ എൻ്റെ വഴിയിൽ തന്നെ ആ ഇൻറ്റഗ്രിറ്റിയിൽ തന്നെ കടിച്ചു നിൽക്കാൻ തോന്നുന്നത്. ആസ് മച്ച് ആസ് വാട്ട് ഐ ക്യാൻ ഡു ഈസ് ടു മേക്ക് ഇറ്റ് മോർ വയബിൾ ടു ദ മാർക്കറ്റ്, വാട്ട് എവർ ഐ വോണ്ട് ടു സേ, വിത്ത് സ്റ്റാർസ്, വിത്ത് സോങ്സ് ഓഫൻ, ബിക്കോസ് സോങ്സ് എന്ന് വലിയൊരു പ്രൊമോഷണൽ ടൂളാണ്. അങ്ങനെയൊക്കെ റിജിഡ് അല്ലാതിരിക്കുക അല്ല, ആ അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ പഴയ ഈ പറഞ്ഞ പോലെ ആർട്ട് ഹൗസ് സിനിമയുടെ ചിലൊരു ഫോർമുലൈക്ക് ഉണ്ടല്ലോ, ആ മെത്തേഡ്സ് ഉപേക്ഷിച്ചുകൊണ്ട് കുറേയും കൂടി ആളുകളിലേക്ക് എത്താവുന്ന ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുക. ബട്ട് യെറ്റ് ഡു വാട്ട് യു വാണ്ട് അൾട്ടിമേറ്റ്ലി. നേരത്തെ നമ്മൾ ന്യൂ ഏജ് ഫിലിം മേക്കേഴ്സിൻ്റെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ, ഈ ന്യൂ ഏജ് ഫിലിം മേക്കേഴ്സും ആക്ടേഴ്സും കൂടുതൽ ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവരുടെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലല്ല, ദേ ഡോണ്ട് ഹാവ് ഈ ദുശാഠ്യങ്ങളില്ലാത്തവരാണ്. നായകനായിട്ട് മാത്രം അഭിനയിക്കുക, അല്ലെങ്കിൽ ഒരു ക്യാമിയോ റോളിൽ വന്നു പോവുക, അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു റോളാണെങ്കിലും ഏറ്റവും നല്ല ആക്ടിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ന്യൂ ഏജ് ഫിലിം മേക്കേഴ്സും ആക്ടേഴ്സും ചെയ്യുന്നത് ഡെഫിനറ്റ്ലി സ്മാർട്ടർ. അവർ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നന്നായി ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞ ആ ഒരു ലെഗസിയിൽ നിന്നുള്ള വലിയ വലിയ മാറ്റങ്ങളാണ്. അതിനോടൊപ്പം ഫിലിം മേക്കേഴ്സ് മാറി, നല്ല റൈറ്റേഴ്സ് വന്നു, പുതിയ ടെക്നോളജി വന്നു. പഴയ പോലെ സിനിമ എടുക്കുക എന്നുള്ളത് ഒരു ഫിലിം റോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനല്ല വീഡിയോ ക്യാമറ റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അതിൻ്റെ മേക്കിങ്ങിൽ കുറച്ചുകൂടി ഒരു കംറാഡറി വന്നു. ഇതിലൊക്കെ പലരും സംഘങ്ങളാണ്, സിനിമ ഉണ്ടാകുന്ന സംഘങ്ങളിൽ നിന്നുള്ളതാണ്, ഒരു നാടക പ്രവർത്തനം പോലുള്ള ഒരു പരിപാടിയാണ്. സോ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ് ഡെഫിനറ്റ്ലി. മുൻപ് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം, ചെമ്മീൻ തകഴി എഴുതി വെച്ചിട്ടുണ്ട്, അത് രാമു കരിയാട്ടെടുത്ത് സിനിമയാക്കിയായിരുന്നു. അപ്പോൾ ശ്യാമപ്രസാദ് വിശ്വസിക്കുന്നത് അഗ്നിസാക്ഷി അന്തർജനം എഴുതി വെച്ചു, അത് ഞാനെടുത്ത് സിനിമയാക്കുന്നു എന്നല്ല. കാരണം അതിലൊരു ഇൻ്റർപ്രിറ്റേറ്റീവ് ക്വാളിറ്റി ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. കാരണം അതിലൊരു സബ്ജക്റ്റിവിറ്റി ഉണ്ട്. അത് എൻ്റെ വർക്കാവുന്നു, എൻ്റെ അഗ്നിസാക്ഷി ആവുന്നത്.
ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അതിനോട് ഡിസ്റെസ്പെക്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ആരാണ് വലുത് എന്നുള്ളതുമല്ല. ദിസ് ഈസ് ദ നേച്ചർ ഓഫ് ദിസ് ആർട്ട്. അതെ, എല്ലാ നാളും മലയാളത്തിൽ വലിയ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സക്കറിയുടെ വിധേയനും ഡൂറുമായിട്ടുള്ള ആ സമയത്തൊക്കെ അത് കൂടുതൽ ചർച്ചയായതാണ്. അതായത് ഈ റൈറ്ററാണോ ഡയറക്ടറാണോ കൂടുതൽ വലുത് എന്നൊരു സംഭവം, കോഴിയാണോ മുട്ടയാണോ എന്നുള്ളത് ഒരു ഹാർമണിയാണ് ഐഡിയൽ. പക്ഷേ ഇഫ് നോട്ട്, മൈ വോട്ട് ഇസ് ഫോർ ദ ഡയറക്ടർ.